അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഗ്രാമർ ചെക്കിങ്ങും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പൊതുവെ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ ഇതെനിക്ക് മനസ്സിലായി, നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റും, പക്ഷേ മലയാളം ടൈപ്പ് ചെയ്യുമ്പം വേർഡിന് മലയാളത്തിൻ്റെ സ്പെല്ലിങ് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നല്ല ചോദ്യമാണ്. നമ്മൾ ആ ചോദ്യത്തിനൊരു ഉത്തരവാണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നമുക്കൊരു മലയാളം സെൻറ്റൻസ് ആദ്യം ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു മലയാളം സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഞാനിവിടെ ഒരു മലയാളം സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതിയേക്കുന്നത് എൻ്റെ പേര് പോൾ എന്നാണ്. ഇതാണൊരു മലയാളം സെൻറ്റൻസ്. എനിക്കിതിനെ പ്രൂഫ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് ടാബിലേക്ക് പോകും? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ച് ഈ റിവ്യൂ ടാബിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോകാം. റിവ്യൂ ടാബിലേക്ക് ഞാൻ പോണു. റിവ്യൂ ടാബ് എടുത്തു. ഏത് ചെയ്യും? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യണം. ഞാൻ നേരെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യുന്നു. പക്ഷേ വേർഡ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. വേർഡിൽ ഒരു ചുമല വരെയുമില്ല. വേർഡ് എനിക്കൊരു സജഷൻസും ഇംഗ്ലീഷ് തരുന്ന പോലെ തരുന്നില്ല. അപ്പോൾ അതിനർത്ഥം മലയാളം ഇപ്പം ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചോദ്യം ഇതാണ്, ചെക്ക് ചെയ്യാൻ വഴിയുണ്ടോ? അതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം ഇപ്പം ബേസിക്കലി നമ്മളുടെ ബിൽട്ടിനായിട്ടുള്ള വേർഡിൽ അതിനുള്ള ഫംഗ്ഷൻ ഇല്ലയെന്ന് കണ്ടു. പക്ഷേ നമുക്ക് നോക്കാം ഇതെങ്ങനെയെങ്കിലും ഇതിനെ ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലാംഗ്വേജസിനകത്ത് ലാംഗ്വേജ് പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അപ്പോൾ ഞാൻ ഈ ലാംഗ്വേജ് പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലാംഗ്വേജ് പ്രിഫറൻസ് ബേസിക്കലി എടുത്തു തന്നേക്കുന്നത് വേർഡ് ഓപ്ഷനാണ്. ഈ വേർഡ് ഓപ്ഷൻ നമുക്കറിയാം ഫയലിലെ ഓപ്ഷൻ തന്നെയാണ് ഈ ഓപ്പൺ ആക്കി തന്നേക്കുന്നത്. ഫയലിലൊരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂഫിംഗ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഇത് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കി തന്നേക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓഫീസ് ഓതറൈസിങ് ലാംഗ്വേജസ് ആൻഡ് പ്രൂഫിങ്ങിനകത്ത് ഇംഗ്ലീഷ് കിടപ്പുണ്ട്, ഇന്ത്യ കിടപ്പുണ്ട്, പ്രൂഫിംഗ് ഇൻസ്റ്റാൾഡ് കിടപ്പുണ്ട്. പക്ഷെ മലയാളത്തിൻ്റെ വന്നപ്പോൾ പ്രൂഫിംഗ് അവൈലബിൾ എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൈലബിൾ ആണ്, പക്ഷേ ഇൻസ്റ്റാൾഡ് അല്ല. ഇവിടെ ഇൻസ്റ്റാൾഡ് ആണ്, ഇവിടെ അവൈലബിൾ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാലോ? കാരണം ഇതൊരു ഹൈപ്പർ ലിങ്കാണ്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ഓഫീസ് ലാംഗ്വേജ് ഇൻസ്റ്റലേഷൻ പാക്കിൻ്റെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? പ്രൂഫിംഗ് ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സമയങ്ങളെടുക്കും ഇത് ഇൻസ്റ്റാൾ ആകാൻ. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർഡ് റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാനൊന്ന് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പം മൈക്രോസോഫ്റ്റ് ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ് എന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം ബേസിക്കലി നമുക്ക് വേറെ വർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്കിതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് കാണാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു ആക്ടിവിറ്റി മാത്രം നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇവിടെ സേവ് ചെയ്യാൻ പറയുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വേർഡ് തന്നെ തുറന്നു വന്നിട്ട് അപ്ഡേറ്റ്സ് വെർ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലോസ് അടിക്കുകയാണ്. അപ്പം മുമ്പേ ക്ലോസ് ചെയ്ത ആ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാഞ്ഞതുകൊണ്ട് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് അൺസേവ്ഡ് ഫയലായിട്ട്. അപ്പം ഇവിടെ വീണ്ടും നമ്മുടെ സെൻറ്റൻസ് ഇവിടെ കിടപ്പുണ്ട്. നമ്മളിവിടെ വരുന്നു, വീണ്ടും റിവ്യൂവിൽ വരുന്നു, സ്പെൽ ചെക്ക് നടത്തി നോക്കുന്നു. ഇപ്പോഴും വേർഡിന് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സംഗതി. അപ്പോൾ നമുക്കൊരു തെറ്റടിച്ച് നോക്കാം. അപ്പോൾ തെറ്റടിച്ചപ്പോഴത്തേക്ക് ഇവിടെ എന്നാണ് എന്നുള്ളിടത്ത് അക്ഷരവിന്യാസം ഒരു കറക്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, എന്നാണ് എന്ന് ചെയ്തോളാൻ പറയുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പ്രൂഫിംഗ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഒരു തെറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ആ തെറ്റ് കറക്റ്റാക്കി തരുന്നത് കണ്ടോ. അപ്പോൾ ഞാനിവിടെ എന്നാണ് എന്ന് കൊടുക്കുകയാണ്. അപ്പം അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേഴ്സർ വീണ്ടും ബിഗിനിങ്ങിലേക്ക് പോയൊരു ചെക്കിങ് നടത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ എന്നുള്ളതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. എൻ്റെ കറക്റ്റാക്കി എഴുതാനാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ കറക്റ്റാക്കുന്നു. യു ഹാവ് ഫിനിഷ്ഡ് റിവ്യൂയിങ് എഡിറ്റേഴ്സ് സജഷൻസ്. അപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇത് കറക്റ്റായി. നമുക്കിനി വീണ്ടും ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ മുമ്പോട്ട് ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്, പക്ഷേ ഞാൻ എന്ന് ടൈപ്പ് ചെയ്യുവാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് പകരം ഞാൻ തെറ്റിച്ചെഴുതുവാണ്.
ഓക്കെ, ഇങ്ങനെ എഴുതി. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ 2 പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട് അക്ഷരവിന്യാസത്തിൻ്റെ അവിടെ. ഞാൻ വർക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. പ്ലോട്ടിറ്റിലാണ് എന്നുള്ളതിന് ഒരു സജഷനും ഇല്ല, കാരണം അതൊരു ഇംഗ്ലീഷ് വേർഡിനെ നമ്മൾ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്താൽ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ ഇത് ആഡ് ടു ഡിക്ഷണറിയിലേക്ക് കൊടുക്കാം. വർക്കിൻ്റെ അവിടെ ഇത് ഇത്രയും ഓപ്ഷൻസാണ് തന്നേക്കുന്നത്: വക്ക്, വടക്ക്, വതക്ക്. അപ്പം വർക്ക് എന്നുള്ളതൊരു ഇംഗ്ലീഷ് ടേമാണ്, അതൊരു മലയാളം വാക്കല്ലാത്തത് കൊണ്ട് ഇവിടെ അതിൻ്റെ സജഷൻ വരുന്നില്ല. അറിയാവുന്ന സജഷൻസ് ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ മാറ്റി നമുക്ക് ജോലി എന്നാക്കിയാലോ. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ജോലി എന്നുള്ളിടത്ത് ജോല എന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഇതാ വീണ്ടും വന്നിട്ടുണ്ട് ഓപ്ഷൻസ്, ജോലി, കേട്ടോ. അപ്പം ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മലയാളവും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മലയാളം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂഫിംഗ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ അതാണിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും മലയാളവും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആപ്ലിക്കേഷനിൽ ഇതൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ ഓഫീസിൻ്റെ ഏതെങ്കിലും ക്രാക്ഡ് വേർഷനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അപ്ഡേറ്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നതും ഒരു പ്രൂഫിങ്ങിൻ്റെ ഒരു ജസ്റ്റ് ഒരു കാര്യമാണ്. ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെക്കുറിച്ച് അടുത്തതിന് നമുക്കൊന്ന് നോക്കാം.